മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഡേ 3 എന്ന് പറ. ഗുഡ് മോർണിംഗ് ടു ഡേ 3. അയ്യോ മറ്റേ ആകാശവാണി. ഗൈസ് ഞങ്ങള് ഡേ 3 ആയി. ഇന്ന് എവിടെയൊക്കെയാ പോകുന്നത്? ഒരു വായിക്കൊള്ളാത്ത കുറേ പേരുകള്. ഫിഫി ഫോൾസ് ആൻഡ് എന്തോ റിവർ. ഫിഫി ഫോൾസിലാണ് നമ്മൾ പോകുന്നത്. മറ്റേ തായ്ലാൻഡിലൊരു സാധനല്ലേ എന്തോ ഈ ഫിഫി പോലെ എന്തോ ഉണ്ട്. ഫിഫി ഐലൻഡ് അങ്ങനെ എന്തോ. നമ്മളിപ്പോ സൈഫൈ ആണോ? അല്ല സൈഫൈ. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പം ഇവിടെ അടുത്തൊരു മാളുണ്ട്. അവിടെ നമുക്ക് ഒരു സ്വിം സൂട്ട് മേടിക്കാൻ പോകുന്നു. പിന്നെ ഓടുന്നു. എന്താ ഡാൻസ് കളിക്കായിരുന്നു അവിടെ. സോ ബ്യൂട്ടിഫുൾ. മറ്റേ ഇവിടെയൊക്കെ പണ്ടൊക്കെ സ്കൂളിലെ നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കുന്ന പോലെ അങ്ങോട്ടൊരു വര ഇങ്ങോട്ടൊരു വര, മറ്റേ ഇതിൻ്റെ നടുക്കൊരു സൂര്യൻ. വാവ്. കോടയാണ്ടൊന്നും കാണുന്നില്ല, ബട്ട് അവിടെ കുറക്കം മലയുണ്ട്. ദിസ് വൺ ഈസ് ദി ഫോൾസ്. അങ്ങോട്ടേക്ക് നമ്മളിനി ട്രെക്ക് ചെയ്ത് പോകും ഗൈസ്. ഹായ് 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 ഗൈസ്. അവർ നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്, വടി. പക്ഷെ ഈ സമയത്ത് എന്തിനാ വടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം കയറാൻ നേരത്തെ ആവശ്യം വരുമായിരിക്കും. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കമ്പിയൊക്കെ കുത്തി ട്രക്കിന് പോകുന്നത്. ഹായ് ഹായ്, നിങ്ങളത് കാണുന്നുണ്ടോ? ഇപ്പോഴാ കുത്തി നടക്കേണ്ടതെന്ന് മനസ്സിലായ. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞാണ്, ട്രാവൽ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഫിഫി ഫോൾസോ. അവർ വന്നപ്പോൾ തന്നെ നമുക്ക് കുറേ മുള വെച്ചിട്ടുള്ള കൊമ്പൊക്കെ തന്നു ഗൈസ്. മുളയല്ലേ ഇത്? മുള. ഓ മുള തന്നു. ബട്ട് ദാറ്റ്സ് ഹെൽപ്ഫുൾ ആക്ച്വലി. ഇത് കണ്ട, ഇത് കണ്ട, ഇതാണ് സാധനം. ഇവിടെ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്, ലൈക്ക് ഈ സ്ഥലത്ത്. ബട്ട് ഞാൻ ഇട്ടിരുന്ന ഹുഡിയും ഊരിയിട്ടു, എനിക്ക് ചൂടെടുക്കുന്നു. ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നൊക്കെ. ബട്ട് തണുപ്പിൻ്റെ അസുഖമുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ എനിക്കിപ്പോൾ ഓക്കെയാണ്. താങ്ക് ഗോഡ്. ഹൈ ഡോഗി. ഒരു ഡോഗി. എന്തൊരു ചാടയാണോ. ബാഗി പാൻറ് ഇട്ട് ട്രെക്കിങ്ങിന് വന്നല്ലേ ഞാൻ. ഒരു 15 മിനിറ്റ്സ് ട്രക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്, ഒരു സ്റ്റീപ്പ് ഏരിയ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഫിറ്റിംഗ് ദിസ്. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇവർ ഇനിയിപ്പം പോണ സ്ഥലത്ത് ഇതില്ല, ക്യാമ്പിംഗ് ആണ് ഇന്ന് രാത്രി. അപ്പം ഇന്നും ക്യാമ്പിങ്ങിൻ്റെ സംഭവവും അത് കഴിഞ്ഞിട്ടുള്ള നാളത്തേനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമ്മളൊരു ചെറിയ ഇതിലെടുത്തിട്ട്, ബാക്കി ട്രോളീസ് ഒന്നും അങ്ങോട്ടേക്ക് പോവില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉടുപ്പുകളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഔട്ട്ഫിറ്റൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വെറും വാട്ടർ വോക്സും ട്രെക്കിങ്ങുമാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ ഫോട്ടോസിനേക്കാളും എൻജോയ്മെൻ്റാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഐ എം ജസ്റ്റ് ഓക്കെ വിത്ത് ഫിറ്റ്സ്. എന്ത് കളറത് അമ്മേ. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഭാഗമാണ്. സോ ഗുഡ്.
അല്ലെങ്കിൽ അത് വന്നിട്ട് വേറെ ആരെങ്കിലും ഇട്ടിരിക്കാം. വാ, അത് റെക്കോർഡിങ്ങാ. അതുവഴി വാ. ഇവിടെ ഇരിക്കേ. ഞാനാ വിശക്കുന്ന കളറില്ലേ അത് നോക്കും. അപ്പറ ഉണ്ടാ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കുറച്ചൊന്നും അതിന് വിളിച്ചിട്ട്. ഗൈസ്, നമ്മൾ ഫൈനലി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ദിസ് ഇസ് കസൂരി. ഇപ്പോഴത്തെ പേരുകളൊക്കെ ആകുമോ മടി, ഒന്നും മനസ്സിലാവുന്നില്ല. ബട്ട് അപ്പുറത്തേനേക്കാളും ഇതും ഒരു വാട്ടർ സംഭവമാണ്. വാട്ടർഫോൾസ് ആണോ? അതെ, വാട്ടർഫോൾസ് ആണ്. മുന്നത്തെ വാട്ടർഫോളിൽ നമുക്ക് സ്വിമ്മ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് അവിടെ പോയി ഭയങ്കര ട്രക്കിംഗ് ആയിരുന്നല്ലോ. അപ്പം അവിടെ പോയി അതിന് ശേഷം സ്വിം ചെയ്ത് പിന്നെ അതേ ഡ്രസ്സിൽ നമുക്ക് തിരിച്ച് വരേണ്ടി വരും. സോ അതിപ്പോൾ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തത് ഇവിടെ സ്വിം ചെയ്യാം, അവിടെ ജസ്റ്റ് വ്യൂ പോയിന്റ് പോലെ ആക്കാം എന്നാണ്. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് നന്നായി. തിരിച്ച് വന്നപ്പം ഭയങ്കര അടങ്ങേറായില്ല. പിന്നെന്തായ അവിടെ നിന്നൊരു 10 to 20 minutes റൈഡ് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ ഇച്ചിരി കൂടെ കൊമേഴ്ഷ്യൽഡാണ്, ഇച്ചിരി കൂടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ആക്സസബിൾ ആണ്. അത്ര ട്രക്കിൻ്റെ കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു റഫ് സർഫസിൽ കൂടെ തന്നെയാണ്. ബട്ട് ദ വേവ്സ് ഓൾ സെറ്റ്. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടു. ധാബ, വെജ് ധാബ ഹോട്ടൽ, പിന്നെന്താ ഖാസി ഫുഡ് ആൻഡ് താലി. നമുക്ക് ആസാമീസിൻ്റെ താലി ട്രൈ ചെയ്യണം എന്നാണ്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോണ സ്പോട്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ. അയ്യോ, പാലൊഴുകി വരുന്ന പോലെയാണ് അവിടുത്തെ വെള്ളച്ചാട്ടം. ദാറ്റ് ഈസ് സോ ഗുഡ് അല്ലേ? ഗുഡാണ്, ഗുഡാണ്. പട്ടി പേടിച്ചു പോയി പോടിയതൊക്കെ. ഞങ്ങള് മൈൻഡ് ചെയ്യാണ്ടിരുന്നോ? ഇതെന്താ പാവാടയാണോ പിടിച്ചിരിക്കുന്നത്? ഇങ്ങനെ പേടിക്കലടാ. എനിക്കറിയില്ല, മറ്റുള്ളവരെ കൂടെ പേടിപ്പിക്കേ. ഷൂരി വാട്ടർഫോൾസ്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. വിലകളൊക്കെ കണ്ടോ? കാണുന്നുണ്ടോ? പിന്നെ ഒരു ജാക്കറ്റിന് 100 രൂപ. ജാക്കറ്റില്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് 150 രൂപ. സൂപ്പർ. പിന്നെ ഈ പാർക്കിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഇവിടം വരെ ആര് വണ്ടി വരും? ആരെങ്ങാനും താഴെ കൂടെ പിന്നെ ചിലവർ മുകളിലോട്ട് പോകുന്നുണ്ട്, ചിലവർ താഴോട്ടും പോകുന്നുണ്ട്, ചിലവർ നമ്മളെ പോലെ ഇരിക്കുന്നു. അവർ ഞങ്ങളെ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല ഗൈസ്. കാരണം ഇത്രയും നേരം റേഞ്ച് എല്ലായിടത്തും ആക്സസിബിൾ ആണെന്ന് മുഫീന ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തു. അപ്പോൾ റേഞ്ച് കംപ്ലീറ്റ്ലായിട്ട് പോയതായിട്ട് അറിഞ്ഞു. അപ്പം ഇങ്ങനെ എന്തെങ്കിലും മാൻഡ്രക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് മുഫീന ജാഫർ. ഞങ്ങളുടെ കൂടെ ഇനി 2 പേരുണ്ട് ഗൈസ്. 2 അന്തർപുരത്തിലെ അമ്മച്ചിമാർ വരുന്നതേ ഉള്ളൂ. അയ്യോ, 2 ഇങ്ങനെ തിരിഞ്ഞു വെക്കുന്നേ. അവരെന്തിനാ
തിരിഞ്ഞു വെക്കുന്നത്? ആ ഇതെന്താണ് ഒരു അപ്പുറം ഒരാൾ ഇപ്പുറം പോണ? വെറുതെ അങ്ങനെ വിളിക്കണ്ടായിരുന്നു, നമുക്കൊന്നും കണ്ടുപിടിച്ചാ മതിയായിരുന്നു. ആരാ വിളിച്ചേ? ചേച്ചി സ്ഥലം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചു വരുത്തിച്ചതല്ലേ. നമ്മളിവിടെ ഉള്ള ഓരോ ഗൈഡുകൾക്കൊക്കെ ആരാ? പട്ടിയാണോ? അച്ചടാ ചേച്ചി ഇപ്പൊ ഓടും. ഓടിപ്പിച്ച അയ്യോ സോ ക്യൂട്ട്. അച്ചടാ ലൈഫ് ജാക്കറ്റിന് 100 രൂപ. ഹായ് ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, देखो ना गाइस, देखो ना. ഹലോ ഇലു ഇലു. എടാ ഇനി തിരിച്ചു പോവാൻ വഴി അറിയില്ല തോന്നുട്ടോ, പെട്ടു. ഇങ്ങോട്ട് വന്നപ്പോഴേ 2 സൈഡ് അവിടെ ഇരിക്കേ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വേണ്ട, അവിടെ അടുത്ത ആള് ചാർജ് എടുത്തു ഗൈസ്. പട്ടി ഇതാണ് അവരുടെ താലി, ഒത്തന്റിക് മേഘാലയ താലി എന്നൊക്കെ. കാശി താലി അല്ലേ? സോ ബ്യൂട്ടിഫുൾ. പാവുണ്ട്, ചോറുണ്ടാക്കി തരുന്ന പോലെ തന്നേക്കണ. ഇതെന്താ, പരിപ്പ് കറിയാണോ? ഞാനിന്ന് ഡാൽ ചാവലെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. നിനക്കും തുടങ്ങിയോ അവിടെ പോലെ? ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്നല്ലേ ചേച്ചി. ആ കറികള് കാണിച്ചേ. അത് ചിക്കൻ, അതും ചിക്കൻ. ചിക്കൻ തന്നെയാണോ? എന്നാ എന്റെ ചിക്കനാണ്. ഹായ് ഹായ് വേണ്ട ചിക്കൻ. മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയം പോലും തരുന്നില്ലല്ലോ തമ്പുരാന്. ഹായ് പപ്പടം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കഴിച്ചോ ആരെങ്കിലും? നല്ലയാണോ? ഫുഡ് ഫുഡ് ഞങ്ങൾക്ക് ചേച്ചിയുടെക്കാൾ എക്സ്ട്രാ ഒരു ചിക്കൻ കറി ഉണ്ടെന്നല്ലേ ഉള്ളു. ശ്രീഷമോൾ കഴിക്കൂ. ഒന്നും പറയാൻ പറ്റില്ല. മറ്റേ സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാ? ദോശക്കടയോ എന്ത് ഇഡ്ഡലി കടയോ? മറ്റേ ധനുഷിന്റെ ഞാൻ കണ്ടില്ല. ഞങ്ങള് രാമേശ്വരത്ത് പോയപ്പോ അതുപോലത്തെ തന്നെ ഒരു സെറ്റപ്പ് കടയിൽ കയറിയത്. ഞങ്ങള് 6 പേര് കഴിച്ചിട്ട് 200 രൂപ അത്ര എന്തോ ആയിരുന്നു. പക്ഷെ നല്ല ഫുഡ്. എന്താ വന്ന Did I miss something? അവരുടെ മുഖത്ത് സന്തോഷം, എന്ത് പ്രസന്റ് ആയിട്ട് അവരത് ഫുഡ് തരുന്നത്.
ഈശ്വര. ഇതാണ് ക്യാമ്പിംഗ് സൈറ്റ്. ആ ലൈറ്റ് കാണുന്നൊക്കെ എല്ലാം ക്യാമ്പിംഗ് സൈറ്റ്സ് ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഈ വഴിയായിരിക്കും പോകുന്നതെന്ന്. ദിസ് വാസ് അൺഎക്സ്പെക്റ്റഡ്. പയ്യെ നടക്കട്ടോ. ഇത് രാവിലെ കാണാൻ നല്ല രസമായിരിക്കില്ലേ? എന്താ? പക്ഷെ രാത്രി വേറെ തന്നെ ഒരു ഭംഗി. പക്ഷെ പണ്ട് ശംഖുമുഖത്ത് നടന്ന പോലൊരു. ആ, ശംഖുമുഖത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ട്, മറ്റേ ഒരു കോട ഒക്കെ വെച്ചിട്ടുള്ള. അന്ന് ചെയ്യട്ടോ, വലിയ ഉപകാരമായിരിക്കും. കുലുങ്ങി കളിക്കരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താ വെള്ളാട്ട് പോക്കിയോ? അത് ഈ മുഫീന ജാഫറാണ്. മുഫീനേച്ചി എന്താ? അയ്യേ, ഇതാണ് എന്റെ നാത്തൂൻ. അയ്യേ ഈശ്വര. എന്നാ ഞാനും അടച്ചളയാ. ഈശ്വരി, ഇതാരണ ആൾക്കാരെ പഠിപ്പിക്ക്. ഹായ്, ഇതാണ് നമ്മുടെ ടെൻസ്. 2Kയോ 2-3 എന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നില് 2 പേര്, ഒന്നില് 3 പേര്. ഓക്കെ, അങ്ങനെ പറ. നോക്കട്ടെ, ഇത് കാണിച്ചേ. നല്ല സ്പേഷ്യസ് ആണല്ലേ. എങ്ങനെയുണ്ട് മുഫീന ജാഫർ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ ഈ ഗ്ലാസിന്റെ ബ്രിഡ്ജ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഉണ്ടാവുമെന്ന്. ബ്രിഡ്ജ് ക്രോസ് ചെയ്യണതാണ് ഇവര് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ലഗേജ് എത്തിക്കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. തലയിൽ വെച്ചിട്ടാണ് വന്നത്. അയ്യോ പാവം അല്ലേ. ഞങ്ങൾ കൊണ്ടുവന്നത് കുഞ്ഞി ട്രോളിയാണ്. പക്ഷെ നമുക്ക് അറിയായിരുന്നു ഇത് മുന്നേ. പക്ഷെ ട്രോളി സ്പേഷ്യസ് ആയാണ് നമ്മൾ കൊണ്ടുവന്നതാ. ആര്? ചേച്ചി ഞങ്ങളെ സ്ഥലം കയ്യേറിയെന്നൊക്കെ. ടിപ്പിക്കൽ വക്കങ്കാരി. വൈക്കം വൈക്കം. എന്താ കാണിക്കുന്നു? From that, if you want to do kayaking and all, then you will done right. We will come back by kayak. We also want to add snorkeling. Snorkeling. Okay, snorkeling. You have already know the price, right? No. See, for the boating, it's 800 per boat. But actually, boating everything is comes under a package. Oh, your boating is under the package, right? Yes. So for the cliff jumping and all, you have to pay extra. അയാള് പിന്നെ തേച്ചാ ഗൈസ്. Can you show me your list? Yes, yes. ഹായ്, ഞാൻ ഓർത്തത് ഗ്രനൈറ്റ് ആണെന്ന് ഗൈസ്. തേച്ചു. ഇത് ഗ്രനൈറ്റ് അല്ല. അല്ലല്ലോ, ഇവിടെ ആരാ ഗ്രനൈറ്റ് വെക്കല്ലേ? ഛേ, ആ വെറുതെ. ഇത്
പാവങ്ങളുടെ സ്നോഫിലാണ് തോന്നുന്നു. ആര് 500 രൂപയുള്ളൂ പാവങ്ങളുടെ What we see inside snorkeling, just like scuba. It's not like scuba. Scuba, then the whole body will be inside the water, right? For snorkeling, only on the surface. You stay at the surface. We'll provide you from life jacket and all. You stay. Okay. ഗൈസ് പട്ടാ പകൽ അല്ല പാതിരാത്രി ഒരു പെൺകുട്ടി പയ്യനുമായി സംസാരിക്കുന്നു.